ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ, നുണകളുടെ നാൾവഴികൾ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ റിട്ടയേർഡ് വൈദികൻ മോൺസിഞ്ഞോർ ആന്റണി നരികുളം ഒരു പുസ്തകം രചിച്ചിരിക്കുന്നു. അതേക്കുറിച്ച് ഏകം മീഡിയയിൽ വന്ന ഒരു പരസ്യം പോലെ അല്ലെങ്കിൽ പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു വീഡിയോ അതിലിങ്ങനെയാണ് പറയുന്നത്: സീറോ മലബാർ സഭയിലെ കുർബാന വിവാദത്തിൽ ഇന്നേ വരെ വെളിച്ചത്ത് വരാത്ത സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന മോൺസിഞ്ഞോർ ആന്റണി നരികുളത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ, കുർബാന ഏകീകരണം, നാൾവഴിയും കാണാച്ചരടുകളും. ഇതില് 2-3 കാര്യങ്ങൾ എനിക്ക് ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള 2ാമത്തെ വീഡിയോയിൽ, പാർട്ട് 1 എന്ന് പറഞ്ഞ വീഡിയോയിൽ നരികുളച്ചൻ തന്നെ പറയുന്നുണ്ട്, ഞാനിപ്പോൾ റിട്ടയേർഡ് ആയി, എനിക്ക് 75 വയസ്സായി, അപ്പോൾ പുസ്തകം എഴുതാം എന്ന് തീരുമാനിച്ചു. റിട്ടയേർഡ് ആയതല്ലല്ലോ, ആക്കിയതല്ലേ. 75 വയസ്സായപ്പോൾ സ്വാഭാവികമായിട്ട് വൈദികർ റിട്ടയർ ചെയ്യുന്ന പോലെ റിട്ടയർ ചെയ്തതല്ലല്ലോ, റിട്ടയേർഡ് ആക്കിയതാണ്. സഭ അനുസരിക്കാത്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് മറ്റൊരു പള്ളി കൊടുക്കാതെ സ്ഥലം മാറ്റിയതാണ്. അതൊരു ശിക്ഷയാണ്. സഭ അങ്ങനെ സഭ അനുസരിക്കാത്തതിന്റെ പേരിൽ മാറ്റി നിർത്തിയ ആളാണ് മോൺസിഞ്ഞോർ നരികുളം. അതുകൊണ്ട് റിട്ടയേർഡ് അല്ല, റിട്ടയേർഡ് ആക്കിയതാണ്. എന്തെങ്കിലും ആകട്ടെ, ഈ സീറോ മലബാർ സഭയിലെ കുർബാന വിവാദം, ആ വാക്കിനോട് അല്ലെങ്കിൽ ആ പ്രയോഗത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്, സഭയ്ക്ക് വിയോജിപ്പുണ്ട്. സീറോ മലബാർ സഭയിൽ എറണാകുളത്തെ കുർബാന വിവാദം എന്നേ പറയാൻ പറ്റൂ. സീറോ മലബാർ സഭയിൽ എറണാകുളത്തെ കുർബാന വിവാദം എന്നേ പറയാൻ പറ്റൂ. കാരണം സുറിയാനി കത്തോലിക്ക സഭയായ സീറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ 34ലും ഏകീകൃത കുർബാന എന്ന സഭയുടെ കുർബാന നടപ്പാക്കി കഴിഞ്ഞു. അതിനാൽ സീറോ മലബാർ സഭയിൽ കുർബാന വിവാദമില്ല. അതിന്റെ ഒരു ഘടകമായ യൂണിറ്റായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം അത് വിവാദമാക്കി നിലനിർത്തുന്നു. അങ്ങനെ വിവാദമാക്കി നിലനിർത്തുന്നതിൽ നേതൃത്വം കൊടുക്കുന്നവരിൽ മുൻപന്തിയിലാണ് മോൺസിഞ്ഞോർ നരികുളം. അതുകൊണ്ട് ഈ കുർബാന വിവാദം എന്ന് അദ്ദേഹം പറയുന്നത്, സീറോ മലബാർ സഭയിൽ കുർബാന വിവാദം എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രയോഗമാണ്. ആ വിവാദം സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും മോൺസിഞ്ഞോർ ആന്റണി നരികുളത്തിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ ആ വിവാദം നിലനിർത്തേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ്. സീറോ മലബാർ സഭയിൽ കുർബാന വിവാദമില്ല. അതിന്റെ ഒരു ഘടകമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമേ ഉള്ളൂ. സീറോ മലബാർ സഭയുടെ 35 രൂപതയിൽ 34 രൂപതകളിലും ഇത് നടപ്പാക്കി കഴിഞ്ഞു. അതുകൊണ്ട് സീറോ മലബാർ സഭയിൽ കുർബാന വിവാദം എന്ന് പറയരുത്. സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന വിവാദം, അങ്ങനെയാണ് പറയേണ്ടത്. പിന്നെ ആ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇന്നേ വരെ വെളിച്ചത്ത് വരാത്ത സത്യങ്ങൾ. ഇന്നേ വരെ വെളിച്ചത്ത് വരാത്ത സത്യങ്ങൾ, ആ പ്രയോഗത്തോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഈ പുസ്തകത്തെക്കുറിച്ചുള്ള പാർട്ട് 1 വീഡിയോയിൽ ഏകം മീഡിയയിൽ വന്നത് മോൺസിഞ്ഞോർ നരികുളം തന്നെ പറയുന്നു, ഭൂരിഭാഗം കാര്യങ്ങളും ഞാൻ എടുത്തിരിക്കുന്നത് സിനഡൽ ന്യൂസ് എന്ന പീരിയോഡിക്കലിൽ നിന്നുമാണ്. നമ്മുടെ മെത്രാന്മാരുടെ സിനഡിന്റെ അതിന്റെ ചർച്ചകളും തീരുമാനങ്ങളെല്ലാം പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്, പുസ്തകമായിട്ട് പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്, പീരിയോഡിക്കലായിട്ട്. ഒരു പത്രമാസിക എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാ മാസം ഇല്ലെങ്കിലും. അപ്പോൾ മെത്രാന്മാരുടെ സിനഡിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പ്രസിദ്ധം ചെയ്ത് പരസ്യമാക്കുന്ന പത്രമാസികയാണ് സിനഡൽ ന്യൂസ്. ഏതാണ്ട് ഭൂരിഭാഗം കാര്യങ്ങളും ഈ സിനഡൽ ന്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മോൺസിഞ്ഞോർ നരികുളം ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ഈ സിനഡൽ ന്യൂസ് പ്രസിദ്ധപ്പെടുത്തി, പുസ്തകമായിട്ട് പ്രസിദ്ധപ്പെടുത്തി ആർക്കും വാങ്ങിച്ച് വായിക്കാവുന്നതാണ്. എന്തെങ്കിലും ഇദ്ദേഹം പറഞ്ഞത് എല്ലാം കുതന്ത്രങ്ങളാണ്, എല്ലാം കുതന്ത്രങ്ങളാണ്, മെത്രാന്മാരുടെ കുതന്ത്രങ്ങളാണ് എന്നാണ് പറയണേ. അങ്ങനെ കുതന്ത്രങ്ങളാണെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് പ്രസിദ്ധപ്പെടുത്തി നാട്ടുകാരെ അറിയിക്കുമായിരുന്നോ? ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്തത് കൊണ്ടല്ലേ അത് പ്രിന്റ് ചെയ്ത് മുദ്രണം ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. എന്തെങ്കിലും ഒളിക്കാനോ മറയ്ക്കാനോ ഉള്ളവര് അതല്ലോ കുതന്ത്രം എന്ന് പറഞ്ഞാൽ ഒളിച്ചും മറച്ചും ചെയ്യുന്നതല്ലേ. അങ്ങനെ സുതാര്യമല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കുതന്ത്രമായി ചെയ്തിട്ടുണ്ടെങ്കിൽ മെത്രാന്മാര് അത് സിനഡൽ ന്യൂസിലൂടെ പ്രസിദ്ധം ചെയ്യുമായിരുന്നോ?
ഇദ്ദേഹം പറയുന്നു ഭൂരിഭാഗം കാര്യങ്ങളും സിനഡൽ ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണ്, അടിസ്ഥാനമാക്കിയാണ്. എന്നിട്ട് അതിനെ കുതന്ത്രം എന്ന് വിളിക്കാൻ ഇദ്ദേഹത്തിന് എങ്ങനെ കഴിയും? ഇത്രയും സുതാര്യമായിട്ട് പ്രിന്റ് ചെയ്ത് മുദ്രണം ചെയ്ത് അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയ രേഖയെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന കാര്യത്തെ കുതന്ത്രമാണിത്, ഒളിച്ചും പാത്തും, കാണാ ചരടുകള്, ഇങ്ങനെയൊക്കെ വലിയ വാക്കുകളൊക്കെ വെച്ചിട്ട് ഇല്ലാത്ത കുതന്ത്രങ്ങൾ ഉണ്ടാക്കി വിവാദം ഇങ്ങനെ കത്തിച്ച് നിലനിർത്തുക, അത് ആളിപ്പടരാനായിട്ട് അനുവദിക്കുക. ഏത് 75 വയസ്സ് വരെ പൗരോഹിത്യ വൃത്തിയിൽ ജീവിച്ച ഒരാള് സഭയെ നാറ്റിക്കാൻ വേണ്ടി മാത്രം ഇല്ലാത്ത കുതന്ത്രങ്ങൾ ആരോപിച്ച് ഇറങ്ങിയിരിക്കുക. ഇനിയിപ്പം സഭയിൽ നിന്ന് പുറത്താക്കിയാലും എന്ത്, 75 വയസ്സായി റിട്ടയർഡായി. അപ്പൊ ഇതുവരെ ഏത് സഭയെയാണോ ശുശ്രൂഷിച്ചത്, ഏത് കർത്താവിനെയാണോ ശുശ്രൂഷിച്ചത്, ഏത് സഭയുടെ ഭാഗമായിരുന്നോ ആ സഭയെ ഒറ്റിക്കൊടുക്കുക. അതല്ലാതെ ഇതിനകത്ത് വേറെ യാതൊരു ലക്ഷ്യവുമില്ല. അതുകൊണ്ട് ഇന്നേ വരെ വെളിച്ചം കാണാത്ത സത്യങ്ങൾ എന്ന അവകാശവാദം തീർത്തും തെറ്റാണ്. കാരണം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ സിനഡൽ ന്യൂസിനെ അടിസ്ഥാനമാക്കിയാണ് ഗ്രന്ഥത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളെന്ന്. അതെല്ലാം വെളിച്ചം കണ്ടതല്ലേ, എത്രയോ നാളുകൾക്ക് മുമ്പ് വെളിച്ചം കണ്ടു. അപ്പോൾ ഇത് ഇന്നേ വരെ വെളിച്ചം കാണാത്ത സത്യങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? മറിച്ചാണ് പറയേണ്ടത്. ഇത് വേറെ അർത്ഥത്തിലാണ് വായിച്ചെടുക്കേണ്ടത്. ഇന്ന് വരെ സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരാത്ത നരികുളം, ഇന്ന് വരെ സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരാത്ത നരികുളം, അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നിമിഷം വരെ സത്യത്തിന്റെ വെളിച്ചം നിൽക്കാത്ത ആളാണ് മോൺസിഞ്ഞോർ നരികുളം. അതുകൊണ്ടാണ് ആഗോള കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പ തൊട്ട് സകല അധികാരികളെയും പഴിക്കുന്നതും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതും അവരെല്ലാം മറ്റാരോ പാടുന്ന പാട്ടിനൊത്ത് തുള്ളുന്ന പാവകളാണെന്ന് പറഞ്ഞു വെക്കുന്നതും. ഇതേക്കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഞാൻ വളരെ വിശദമായി നൽകിയതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾക്ക് പാർട്ട് 1 അദ്ദേഹം ഈ ഏകം മീഡിയയിൽ പാർട്ട് 1 കാണുക, എന്നിട്ട് എൻ്റെ വീഡിയോ കാണുക. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാത്രം എടുത്തിട്ടാണ് ഞാൻ വിശകലനം നൽകിയിരിക്കുന്നത്. എൻ്റെതായി ഒരു കൂട്ടിച്ചേർക്കലും അവിടെ ഇല്ല. എൻ്റെ നിരീക്ഷണങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളോട്, അതുതന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇതെന്റെ നിരീക്ഷണം മാത്രമല്ല, ഇതാണ് സഭയുടെ നിലപാട്. ഇതാണ് സഭയിലെ അംഗങ്ങൾ വിശ്വസിക്കുന്നതും അറിയുന്നതും. അവർക്കറിയാം, സഭയിലെ അംഗങ്ങൾക്ക് അറിയാം കാര്യങ്ങൾ. പിന്നെ ഇദ്ദേഹത്തിന്റെ നിലപാടുകളുടെ കാപട്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതിനാൽ മാർപ്പാപ്പ തൊട്ട് സകല അധികാരികളെയും പഴിക്കുകയും അവരെല്ലാം പാവകളാണ്, മറ്റാരോ പാടിക്കൊടുക്കുന്ന പാട്ടിന് ഒപ്പം അങ്ങനെ തുള്ളുന്ന, അദ്ദേഹം പറഞ്ഞത് ദേവർ ഇൻസ്ട്രുമെന്റലൈസ്ഡ് ആണ്, അവർ ഉപകരണമാക്കി, മാർപ്പാപ്പി ഉപകരണമാക്കി, പൗരത്വ സംഘത്തെ ഉപകരണമാക്കി, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പരോളിൻ പിതാവിനെ ഉപകരണമാക്കി എന്നാണ് നരികുളച്ചൻ പറയണേ. അതിനർത്ഥം അവർക്കൊന്നും സ്വന്തമായി ബുദ്ധിയോ ബോധമോ സത്യം തിരിച്ചറിയാനുള്ള കഴിവോ ഒന്നും ഇല്ലെന്നും മറ്റാരോ പാടിയാൽ ആ പാട്ടിനൊത്ത് തുള്ളുന്ന പാവകളാണെന്നും ഈ മോൺസിഞ്ഞോർ നരികുളം പറയുകയാണ്. അതായത് താൻ മാത്രമാണ് ശരി, തന്റെ കള്ളത്തരങ്ങളാണ് സത്യം, അതുകൊണ്ട് ഞാൻ സത്യത്തിന്റെ വെളിച്ചത്തിൽ ഒരിക്കലും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കർത്താവ് യേശുശിഹാ പറഞ്ഞ വളരെ സത്യമാണ് ഇല്ലേ? ഈ പിശാചിനെ കുറിച്ച് പറയുന്നില്ലേ, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. അവൻ നുണ പറയുമ്പോൾ അവന്റെ സ്വഭാവം അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഈ മോൺസിഞ്ഞോർ നരികുളം നുണ പറയുമ്പോൾ നരികുളത്തിന്റെ സ്വഭാവം അനുസരിച്ച്, പിശാചിന്റെ സ്വഭാവം അനുസരിച്ച് തന്നെയാണ് പറയുന്നത്. ഇനി വീണ്ടും ഏകം മീഡിയയിലേക്ക് പോകുകയാണ്. മോൺസിഞ്ഞോർ ആന്റണി നരികുളം ലിറ്റർജിയിൽ ഡോക്ടറേറ്റുള്ള എറണാകുളം അങ്കമാലി വൈദികനാണ്. ഇതാണ് ഏകം മീഡിയയിൽ വന്നിരിക്കുന്നത്. മോൺസിഞ്ഞോർ ആന്റണി നരികുളം ലിറ്റർജിയിൽ ഡോക്ടറേറ്റുള്ള എറണാകുളം അങ്കമാലി വൈദികനാണ്. ഡോക്ടറേറ്റ് ഇല്ല എന്ന് ഞാൻ പറയില്ല, ഞാൻ അത് നിഷേധിക്കില്ല. ഉണ്ടാകാം, ഡോക്ടറേറ്റ് ഉണ്ടാകാം. പക്ഷേ എന്നിട്ട് ഈ ലിറ്റർജിയിൽ ഡോക്ടറേറ്റുള്ള മോൺസിഞ്ഞോർ ആന്റണി നരികുളം ഒരു പ്രാവശ്യമെങ്കിലും, ഒരൊറ്റ പ്രാവശ്യമെങ്കിലും, 40 കൊല്ലമായല്ലോ അദ്ദേഹം ഈ ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കമ്മിറ്റികളിൽ, ഒരു പ്രാവശ്യമെങ്കിലും സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ പൗരാണിക പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടോ? ലിറ്റർജിയുടെ, സീറോ മലബാർ സഭയുടെ ലിറ്റർജിയുടെ, സുറിയാനി കത്തോലിക്ക സഭയുടെ ലിറ്റർജിയുടെ, സീറോ മലബാർ എന്ന് വെച്ചാൽ സുറിയാനി എന്നല്ലേ, ആ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ
പൗരാണിക പൈതൃകത്വത്തെക്കുറിച്ചോ ലിറ്റർജി പാരമ്പര്യത്തെക്കുറിച്ചോ എവിടെയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും മോൺസിഞ്ഞോർ നരികുളം സംസാരിച്ചിട്ടുണ്ടോ? രണ്ടാം വത്തിക്കാൻ സുനോദോസിൽ പാറേക്കട്ടിൽ പിതാവ് ഹിന്ദുമതത്തിന്റെ ആചാരങ്ങൾ കത്തോലിക്ക സഭയുടെ കുർബാനയ്ക്ക് സ്വീകരിക്കണമെന്ന് ഒരു കമന്റ് പറഞ്ഞായിരുന്നു. അതേക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ചെയ്യാം, രേഖകൾ സഹിതം കാണിച്ച് ഞാൻ ചെയ്യാം. ആ ആചാരങ്ങൾ കുർബാനയ്ക്ക് സ്വീകരിക്കണമെന്ന പാറേക്കട്ടിൽ പിതാവിന്റെ നിലപാട്, ആ നിലപാടിന്റെ ചുവട് പിടിച്ചല്ലാതെ പാറേക്കട്ടിൽ പിതാവിന്റെ തെറ്റായ ഭാരത സംസ്കൃതിയെക്കുറിച്ചുള്ള വീക്ഷണത്തിന്റെ ചുവട് പിടിച്ചല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം മോൺസിഞ്ഞോർ നരികുളം ലിറ്റർജിയുടെ മീറ്റിങ്ങുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? അതിനാൽ അദ്ദേഹത്തിന് ലിറ്റർജിയുടെ ഡോക്ടറേറ്റിന്റെ ഗുണമേന്മയെക്കുറിച്ച് ആളുകൾ സംശയം ഉന്നയിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ലിറ്റർജിയുടെ ഡോക്ടറേറ്റിന്റെ ഗുണമേന്മയെക്കുറിച്ച് ഞാൻ ആവർത്തിക്കുക, ഡോക്ടറേറ്റ് ഉണ്ടായിരിക്കാം, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിന്റെ ഗുണമേന്മ എന്ത്? സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ പുരാതന പൈതൃകങ്ങളെയെല്ലാം നിരാകരിക്കാനും നിഷേധിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു ഡോക്ടറേറ്റ് ആണത്. വീണ്ടും ഏകം മീഡിയയുടെ വാക്കുകളിലേക്ക് പോകുകയാണ്. ഇടയ്ക്ക് സീറോ മലബാർ സഭ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാ ആരാധനക്രമ ഗ്രന്ഥങ്ങളുടെയും രചനയിൽ ഏതെങ്കിലും രീതിയിൽ ഭാഗമായിട്ടുള്ള വൈദികൻ മോൺസിഞ്ഞോർ ആന്റണി നരികുളം. നിങ്ങൾ ഒന്നുകൂടി കേൾക്കണേ. ഇടയ്ക്ക് സീറോ മലബാർ സഭ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാ ആരാധനക്രമ ഗ്രന്ഥങ്ങളുടെയും രചനയിൽ ഏതെങ്കിലും രീതിയിൽ ഭാഗമായിട്ടുള്ള വൈദികൻ. രസകരമായി തോന്നുന്നില്ലേ? അദ്ദേഹം ഭാഗമായിട്ടുള്ള പുസ്തകങ്ങളുടെയും രേഖകളുടെയും പവിത്രതയെ അഥവാ സത്യനിഷ്ഠയെയാണ് അദ്ദേഹം തന്നെ ഈ ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ എന്ന ഗ്രന്ഥത്തിലൂടെ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹം തന്നെ ഭാഗമായിട്ടുള്ള പുസ്തകങ്ങളുടെയും രേഖകളുടെയും പവിത്രതയെ അല്ലെങ്കിൽ അതിന്റെ സത്യനിഷ്ഠയെ, ഇന്റഗ്രിറ്റി അദ്ദേഹം തന്നെ ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹം മലർന്നകർന്ന് തുപ്പുക എന്ന് പറയില്ലേ കാരണവന്മാര്, അത് ചെയ്യുകയാണ്. അദ്ദേഹത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് സത്യനിഷ്ഠയില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ കാപഢ്യം നിറഞ്ഞതാണ്. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ കേൾക്കാം. നമുക്ക് നമ്മുടെ കർത്താവിന്റെ സഭയുടെ സത്യത്തിന്റെ കൂടെ എപ്പോഴും കൂടെ നിൽക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.